നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി അടുത്തത് പച്ചടി. നല്ല പഴുത്ത ഒരു പൈനാപ്പിളിൻ്റെ മുക്കാൽ ഭാഗവും ക്യൂബ്സ് ആയിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണിത്. അപ്പോൾ തേങ്ങ ഒരു രണ്ടര കപ്പ് തേങ്ങ അരച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊരു നിറത്തിന് മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ജീരകവും എല്ലാം നല്ലപോലെ പാകത്തിന് അരച്ച് വെള്ളം ചേർക്കാതെ ചതച്ച് ഒന്ന് അരച്ച് വെച്ചിരിക്കുകയാണ്. കടുക് ചതച്ചത്, ഇതാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് മേക്കർ. ഏത് പച്ചടിയാണെങ്കിലും കടുക് ചതച്ചത് ചേർക്കണം. വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം, ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 10 മിനിറ്റ് വേവിക്കാം. വെന്തിട്ടുണ്ട്. ഒന്ന് ഉടയ്ക്കാം നമുക്കിത്. അപ്പോൾ ഇത് ശർക്കര പാനി. ഈ പാനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവുക. എന്നിട്ട് ആ പാനി കിടന്നൊന്ന് പാനി ഒന്ന് വറ്റണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. നല്ലപോലെ തിളയ്ക്കണം, തിളച്ചൊന്ന് ഒട്ടണം. ഈ പാകം ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി ഇതിലോട്ടൊക്കെ ഒന്ന് പരണ്ടു. ഇനി നമുക്ക് അരപ്പിടാം. അരപ്പ് ചിലപ്പോൾ ഇത്രയും വേണ്ടി വരികയില്ലേ. ഈ കടുക് ചതച്ചതാണ് ഇപ്പൊ ഇടുന്നത്. അടുത്ത പടി കടുക് വറക്കലാണ്. ഈ കടുക് പൊട്ടിക്കുമ്പോൾ ഈ കടുക് എണ്ണ ചൂടായിട്ട് ഇടുന്നത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. പാത്രം ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് എണ്ണയും ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ കടുകിടാൻ പാടുള്ളൂ. പൊട്ടിക്കഴിഞ്ഞു.